തെക്കൻ ഇസ്രയേലിൽ നടന്ന സൈനിക ബിരുദദാന ചടങ്ങിനിടെ ഒരു സംഭവം നടന്നു. പ്രസംഗിക്കുകയായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സദസ്സ് ഒന്നടങ്കം കൂകി വിളിച്ചു. പ്രസംഗത്തിനിടെ ഗസ യുദ്ധം തുടരും എന്ന് പറഞ്ഞപ്പോഴാണ് നാണക്കേടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ശ്രോതാക്കൾ ഒന്നാകെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് നെതന്യാഹുവിനെ കൂകി വിളിച്ചത്. ഗസ യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഞാൻ 2 വാക്കുകളിൽ ഉത്തരം നൽകുന്നു: വിജയം വരെ. എത്ര സമയമെടുത്താലും വിജയം വരെ അത് തുടരും എന്നായിരുന്നു നെതന്യാഹു പ്രസംഗത്തിനിടെ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് സദസ്സിൽ നിന്ന് കൂകുവിളി ഉയർന്നത്. ഇസ്രയേലിന് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ തുഫാനുൽ അക്സ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പറഞ്ഞു. അന്നത്തെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് താനും നെതന്യാഹുവും ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾക്കെതിരെ സർക്കാർ അന്വേഷണം ആവശ്യമാണെന്നായിരുന്നു ഗാലന്റിന്റെ പരാമർശം. വെടിനിർത്തൽ ചർച്ചകൾക്കായുള്ള ചട്ടക്കൂടുകൾ ഹമാസും ഇസ്രയേലും അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ ചർച്ചകൾ പ്രതീക്ഷയോടെ പുരോഗമിക്കുകയാണ്. എല്ലാ ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുന്നതിന് പകരമായി തടവിലുള്ള സൈനികരെ വിട്ടുകൊടുക്കാനും ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബന്ധിമോചനവും തടവുകാരുടെ കൈമാറ്റവും സംബന്ധിച്ച ഉടമ്പടികൾ എങ്ങനെ നടപ്പിലാക്കാം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. മേയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ഉടമ്പടിയുടെ തുടർച്ചകളായാണ് ഇപ്പോൾ നടക്കുന്നത്. തൻ്റെ ഫോർമുല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചതായി ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ദോഹ, വാഷിംഗ്ടൺ, കൈറോ എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ ഹമാസ്, ഇസ്രായേൽ, US പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ യുദ്ധകാര്യമന്ത്രി യോവ് ഗാലന്റ് പശ്ചിമേഷ്യക്കാരിയ US മേധാവി ബ്രെറ്റ് മാക് ഗർക്കുമായി കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതി ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ഇരുവരുടെയും ഓഫീസും അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ മധ്യസ്ഥർ കൈമാറിയിട്ടില്ല എന്ന് ഹമാസും വെളിപ്പെടുത്തി.